ഗൈസ് നമ്മളിപ്പോൾ ആണെങ്കിൽ ബാലസംഘത്തിന് പോവാണ്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറി ഉണ്ട്. പിന്നെ ആൽബിൻ, കുട്ടമോൻ, കുക്കു, ആൻസി എല്ലാവരും ഉണ്ട്. ഗൈസ് ഇവിടെ മരണം നടന്നെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് വണ്ടിയൊക്കെ ഇവിടെ ഇഷ്ടത്തിനുണ്ട്. ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ ആണെങ്കിൽ മെയിൻ റോഡിലോട്ട് കയറിയിരിക്കുന്നു. ഇത് ഞങ്ങളുടെ ഓമല്ലൂർ പഞ്ചായത്തിലെ ചന്തയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് അവസാനം നമ്മളാണെങ്കിൽ ഓമല്ലൂർ പഞ്ചായത്തിലെ കോൺഫറൻസ് ഹാളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഞങ്ങൾ ബാലസംഘത്തിൻ്റെ പരിപാടി നടക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നാളെയും കൂടെ ഉണ്ട്. അതിൻ്റെ ഡേ 2 ആയിട്ട് പാട്ടിലിടുക. ഗൈസ് നമ്മുടെ ബാലസംഘത്തിൻ്റെ ഒരു സാർ ഇതാണ്. വേറൊരു സാർ വന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലസംഘത്തിൻ്റെ ഫ്ലെക്സൊക്കെ തൂക്കിയിരിക്കുന്നു. പക്ഷേ ഭയങ്കര ബോറായിരുന്നു തുടക്ക സമയത്ത്. അതുകൊണ്ട് ആൽബിനാണെങ്കിൽ ഇവിടെ ഗെയിം തകർത്തുകൊണ്ടിരിക്കുന്നു. ഫ്രീ ഫയർ അഡിക്റ്റാണ് ഇവന്. ഗൈസ് ബോറടിച്ച് ആൽബിൻ ഗെയിം കളിക്കുന്നു. കുക്കുവിനെ ക്യാമറയ്ക്കകത്ത് വരാൻ പറ്റാത്തതുകൊണ്ട് കുക്കു പുറകിൽ നിന്ന് എത്തി നോക്കുകയാണ്. ഗൈസ് കുക്കുവിന് എന്തെങ്കിലും പറയാനുണ്ട്? ഗൈസ് ഇവിടെ നിന്ന് കട്ട പോസ്റ്റ് ഇവരൊക്കെ എന്താ നമ്മൾ നേരത്തെ വന്നു. നമ്മൾ കൃത്യസമയം പാലിക്കുന്ന ആൾക്കാരാണ്. ഗൈസ് ഞങ്ങളെ പഠിപ്പിക്കാൻ ഒരു താടിയപ്പൂപ്പനുണ്ട്. ഗൈസ് ഞാൻ നിന്നെ കാണിച്ചു തരാമേ. പുള്ളിയെ കണ്ടിട്ട് യേശുക്രിസ്തു ആണെന്ന് തോന്നുന്നു. എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്യുവാണ്. അതുകൊണ്ട് പുറകെ ഞങ്ങളുടെ ഗ്യാങ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇവർ വന്നപ്പോൾ മുതൽ മാവല വെച്ച് എന്തൊക്കെയോ പരിപാടിയാണ്. ഗൈസ് അവനെ നോക്കി ഒരു ചെറുക്കൻ അവിടെ നിന്ന് വെള്ളം വിഴുങ്ങുന്നുണ്ട്. ഗൈസ് അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഗൈസ് നമ്മളിപ്പം ഇങ്ങനെ മാവിലയും കൊണ്ട് ബൊക്കെ ഉണ്ടാക്കാമെന്ന് പഠിക്കുന്നു. ഓക്കെ ഗൈസ് അതാണ് ഞങ്ങളുടെ 2 സാറുമാർ. നമ്മളിപ്പോൾ മാവലയും കൊണ്ട് ബൊക്കെ ഉണ്ടാക്കാൻ പോകണം. ബൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. നമ്മളങ്ങനെ പൂവുണ്ടാക്കി. പൂ വെച്ച് ഇതിനകത്ത് ഗൈസ് ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ ബൊക്ക. അടിപൊളിയാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. കണ്ട് ഇവിടെ എല്ലാവരും ഉണ്ടാക്കി. രണ്ടാമത്തെ ഗെയിമാണ്. ഗെയിം ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെയായിട്ട് കളിച്ചു തുടങ്ങിയില്ല. കാരണം ഞങ്ങൾക്ക് കൺഫ്യൂഷനാണ്. രണ്ടാമത്തെ ഗെയിമാണ്. അപ്പോൾ പാട്ടിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ കറങ്ങണം. ഓക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്കാണ്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. ഗൈസ് അങ്ങനെ നമുക്ക് ചായ കിട്ടി. ഇങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടി തന്നെയാണ്. ഇപ്പോൾ ചായ കിട്ടിയിട്ടുണ്ട്. ഇനി വട കിട്ടാനുണ്ട്. കുഞ്ഞാറ്റ വടയും കൊണ്ട് വന്നു. ണെങ്കിൽ ഒരു അടിപൊളി വടയും ചായയും കിട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ വട്ടം നാരങ്ങ കളിക്കുന്നതായിരിക്കും ഗൈസ്. ഗൈസ് ഈ കൊച്ചു പയ്യൻ ഭയങ്കര പടം വരപ്പുകാരനാണ്. നല്ല കഴിവുള്ള ചെറുക്കനാണ്. അവൻ ഞങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു എൻ്റെ വീഡിയോ എടുക്കണമെന്ന്. പിന്നെ ഞാൻ അതിനകത്ത് കുറച്ചും കൂടെ മെനയാക്കാൻ വേണ്ടി ഞാനും കൂടെ എന്തൊക്കെയോ ചെയ്യുകയാണ്. നമ്മുടെ ആണെങ്കിൽ ഇന്നത്തെ ഗെയിം എല്ലാം തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഗെയിം തീർന്നെന്നല്ല പറയുന്നത്. നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോകും. ഒരു ഹായ് പറഞ്ഞേ. ഇത് നമ്മുടെ ഡാൻസ് മാസ്റ്റർ വിക്രം. നമ്മളിപ്പോൾ ചോറ് കഴിക്കാൻ പോകും. നമുക്കാണെങ്കിൽ ചോറ് പാത്രമൊക്കെ കിട്ടിയിരിക്കുന്നു. നാളെ കുക്ക് വരത്തില്ലെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കുക്ക് വരാത്തത്? അപ്പം നാളെ കുക്ക് വരുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡിന് ക്യൂ നിൽക്കുകയാണ്. ചോറും എല്ലാം വെജിറ്റേറിയൻ കറിയാണ്. ചോറും സാമ്പാറും അച്ചാറും പപ്പടവും അതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ഗൈസ് ഇത് ഞങ്ങളുടെ ഫ്ലക്സാണ്. ജലസംരക്ഷണം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞങ്ങളിത് തൂക്കി. പിന്നെ അവിടുത്തെ ഗെയിമൊക്കെ സ്റ്റാർട്ടായി. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് നേരം പോറാണ്. ഞങ്ങളുടെ ആണെങ്കിൽ ഇന്നത്തെ ഡേ 1 ബാലസംഘം കഴിഞ്ഞിരിക്കുന്നു. അപ്പം നാളെ ഉണ്ട്. ഓക്കെ അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് ഞങ്ങളവിടെ പോയി അടിച്ചു പൊളിച്ചൊരു ഫ്രണ്ടിനെയൊക്കെ കിട്ടി. അപ്പോൾ അവൻ്റെ വക ഞങ്ങൾക്കാണെങ്കിൽ കുക്കറൊക്കെ വാങ്ങിച്ചു തന്നു. ജ്യൂസ് ഉണ്ടാക്കി അടുത്തിരിക്കുന്ന ചെറുക്കനെ വഴക്കുണ്ടാക്കിയിട്ടുള്ള സന്തോഷമാണ് നമുക്ക്. അപ്പോൾ ഗൈസ് നാളത്തെ വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടുന്നതായിരിക്കും. ഗൈസ് ഞങ്ങളുടെ ബാലസംഘത്തിലേക്ക് പോകാനായിട്ട് വണ്ടി ഞങ്ങൾക്ക് വന്നിരിക്കുകയാണ്. വണ്ടിയൊക്കെ മുറ്റത്ത് വന്നു. ഗൈസ് ഇന്ന് രണ്ടാമത്തെ ഡേയിലെ ബാലസംഘം ആയതുകൊണ്ട് തന്നെ ഈ പിള്ളേരൊക്കെ ഇരുന്ന് പാട്ട് പാടുക. പക്ഷെ നമ്മളിത് കുളവാക്കും. ഒരു ഹായ് കൊടുത്തേ വേണ്ട. ഇതെൻ്റെ അനിയൻ. ഇന്ന് ഇവൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഗൈസ്. കുഞ്ഞാറ്റയ്ക്ക് കുശുമ്പ് മൂത്ത് അവൾ ഇന്ന് പാട്ട് പാടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഗൈസ് ഞങ്ങൾക്ക് ഏസ് വാങ്ങിച്ചു തന്നെ. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ പരിപാടി തീർന്നു.